വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. സാധനങ്ങളെല്ലാം തന്നെ പച്ചക്കറികളെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവയ്ക്ക വളരെ കുറച്ച്, മുരിങ്ങക്കായ, ചേന, വെള്ളരിക്കല്ല കുമ്പളങ്ങേൻ്റെ ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, അതടുത്തിന് നേന്ത്രക്കായ, ക്യാരറ്റ്, കുറച്ച് കാമ്പ്, വള്ളിപ്പയർ, ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ വഴുതിന, തക്കാളി ഉപയോഗിച്ച് ഒട്ടുമിക്ക പച്ചക്കറികളും അവിയലിൽ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ്. ആദ്യം തന്നെ ഇത് വേവിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും വെളിച്ചെണ്ണയിലാണ് വേവിച്ചെടുക്കുക. ഞാനിപ്പം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അടുത്ത് തന്നെ അത്ര ടെൻഷനോടെ നിൽക്കണ്ട. വെളിച്ചെണ്ണയാകുമ്പോൾ ഇടയ്ക്ക് ഇളക്കി നോക്കിക്കൊണ്ടേ ഇരിക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തു, വളരെ കുറച്ച് ഒഴിച്ചിരുന്നത്. പച്ചക്കറി മുറിച്ചിട്ടാണ് കഴുകുന്നുണ്ടെങ്കിൽ വെള്ളം തീരെ ഒഴിക്കണ്ട. ഞാനെല്ലാം പുറം കഴുകിയിട്ട് മുറിച്ചത് കൊണ്ടാണ് ഇത്ര വെള്ളം ഒഴിച്ചത്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ചേർത്തിന്. മുളക് പൊടി വളരെ കുറച്ച്, പച്ചമുളകാണ് അവിയലിന് കൂടുതലായിട്ട് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പുവെള്ളം ചട്ടിട്ടുകൊണ്ട് എനിക്ക് അത്ര ഏലില്ല, ചെറിയ ഫോണായതുകൊണ്ട്. ഇനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. അടുപ്പത്ത് വെച്ചു, ചെറുതായിട്ടൊന്ന് തിളക്കാൻ നോക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് പാകത്തിനുള്ള ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കണം. എൻ്റെ അടപ്പ് അത്ര ഒരു പാകമുള്ള അടപ്പല്ല. ഇനി അരപ്പ് തയ്യാറാക്കാം. പച്ചക്കറി വേകുമ്പോഴേക്ക് അതിൽ ഉണക്കമുളകിൻ്റെ പൊടി, മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടില്ല. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് കറി വെച്ചിട്ടുണ്ട്. കുറച്ച് 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളി, ഒരു 4 തണ്ട് കറിവേപ്പില, 4-5 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അവിയലിന് വേണ്ട ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂണിൽ കൂടുതലായിട്ട് ജീരകം ചേർത്തിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. മൺചട്ടിയിൽ ഉരുളിയിലെല്ലാം സൗകര്യം അവിയൽ വെക്കാൻ. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും ചതച്ചെടുത്തു. ഇനി ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. ജീരകം അതേ ജാറിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തു. കഴുകേണ്ട ആവശ്യം വരുന്നില്ല, ഒന്ന് ചതഞ്ഞാൽ മതി. പകുതി വേവാകുമ്പോൾ ഈ ചതച്ച വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പിലയെല്ലാം ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അമർത്തടച്ചു കൊടുക്കുക. തേങ്ങ ഇത്രയും ചതഞ്ഞാൽ മതി. കഷ്ണമെല്ലാം നന്നായി വന്നിട്ടുണ്ട്. ചതച്ച തേങ്ങ, ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു. ഇളക്കുക എന്ന് പറഞ്ഞാൽ ഉടഞ്ഞു പോകാതെ നോക്കണം.
തേങ്ങ ചേർത്ത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്കാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാണ്ട്. തൈര് കുറച്ച് വെള്ളം തൈരാണ്, പുളിയെല്ലാം കുറവാണ്. നല്ല ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്തൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത്രയും മതി. വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ഇളക്കി കറിവേപ്പിലയും വെച്ച് കൊടുക്കുക. ഇളക്കാൻ എനിക്ക് വെയിലില്ലാത്തതുകൊണ്ടോ ഞാനിങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു കൊടുക്കാം. 5-6 മിനിറ്റ് അടച്ചു കൊടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിയൽ പാത്രത്തിലേക്ക് മാറ്റി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിൻ്റെ കഷ്ണം മുറിച്ച് വെക്കാനാണ് കുറച്ച് പ്രയാസമുള്ളൂ. പിന്നെയുള്ള പണിയെല്ലാം എളുപ്പത്തിലാണ്. ഇത് തൈര് ചെറിയ വെള്ളമായത് കൊണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ളത്. ഒരു നനവ് കാണുന്നില്ല, ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടില്ല. പൊരിച്ചെടുക്കുമ്പോഴേക്ക് പിന്നെ ഇത് കഷ്ണം അടിഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ ഈ രീതിയിൽ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റുള്ള അവിയലാണ്. ഈ പാവക്കയ്ക്ക് പകരം ഞങ്ങൾ കയ്പക്ക കൊണ്ടാട്ടമില്ല, പാവക്ക കൊണ്ടാട്ടം, അത് ഒരു 5-6 കഷ്ണം ചേർത്താൽ പാവക്കയ്ക്ക് പകരം ഉപയോഗിക്കാം. ഈ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.